ഇന്ന് നമുക്കൊരു യൂണിഫോം ഷേപ്പ് ചെയ്യാവേ. അത് 38 ചെസ്റ്റ് സൈസ് ഉള്ള ഒരാളാണ്. അത് ഷേപ്പ് ചെയ്യുന്നത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 30 ഇത് ടേപ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ടേക്കുക. 4ആയിട്ട് മടക്കിയിട്ട് 38 ആണ് വണ്ണം വേണ്ടത്. അപ്പം ഈ ഇഞ്ച് ടേപ്പിൻ്റെത് ഇവിടെ 38 ഉണ്ടോ, 38 എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടിപ്പ് കൊണ്ട് 38ൻ്റെ അവിടെ വയ്ക്കുക. അപ്പം നമുക്ക് കിട്ടും ഇവിടെ തന്നെ നേർപകുതി 38ൻ്റെ. ഞാൻ എങ്ങനെയാണ് അളക്കുന്നത്, 38ൻ്റെ നേർപകുതി കിട്ടും. എത്രയാ, 19. പിന്നെ ഒന്നുകൂടെ മടക്കുക, 19 വരെ, 1 തൊട്ട് 19 വരെ ഉള്ളവിടെ മടക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ, 9.5 കിട്ടും. 9.5 കിട്ടും. അത് നമ്മൾ ഇവിടെ ഇതിങ്ങനെ 2ആയിട്ട് മടക്കിയിടുന്നുണ്ടോ, 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. 2ആയിട്ട് മടക്കിയിട്ടിട്ട് മടക്കിയിട്ട് അപ്പം നമുക്ക് 9.5 അല്ലേ കിട്ടിയത്. അത് നമ്മൾ ഇതിൻ്റെ ഈ പോർഷന് വയ്ക്കുക. എന്നിട്ട് ഇത് കണ്ടോ, കൈക്കുഴിയുടെ ഇവിടെ ഈ നമ്മുടെ ആക്സിൽ ആംപിറ്റ് വരുന്ന ആ സ്ഥലം വരെ ഇങ്ങനെ 9.5. അപ്പോൾ അതിവിടെ വരും. ഇതുണ്ടോ, ഇവിടെയായിട്ട് വരും അവിടെ. അപ്പം ഞാൻ ഈ ആളുടെ കൈക്കുഴിയുടെ വണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കൈക്കുഴിയുടെ വണ്ണം 8 വേണ്ടത്. അപ്പം നമ്മൾ ഈ ഷോൾഡർ തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ വളച്ച് ആ കൈക്കുഴിയുടെ വണ്ണം വെച്ചിട്ട് അപ്പോൾ കറക്റ്റ് ഇട്ടാൽ ഞാൻ ഇത് ചെയ്തതും ഇതും കറക്റ്റാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇടവണ്ണം വരുന്നത്, ആൾക്ക് ഇടവണ്ണം 34 ആയിരുന്നു. അത് ഇതുപോലെ തന്നെ 34ൻ്റെ അവിടെ വയ്ക്കുക, മടക്കുക, പിന്നെ ഒരു മടക്കൂടെ മടക്കുക. 34ൻ്റെ പകുതി എത്രയാണെന്ന് എടുക്കുക. 34ൻ്റെ പകുതി ഒരു 8.45 വരുന്നുണ്ട്. അത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടം തൊട്ട് ഇടവണ്ണം കണ്ടുപിടിക്കുന്ന 13 എവിടെയാണ് അവിടം വരെ വരുത്തുക. അതിനുശേഷം നമ്മൾ 34 എന്നുള്ളതിൻ്റെ എത്രയായിരുന്നു, 8.25 എടുക്കുക. 8.25 ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. മനസ്സിലായി? എന്നിട്ട് ഈ ആൾക്ക് പിന്നെ താഴെവശത്ത് ഒത്തിരി വണ്ണക്കുറവ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വിടും. പിന്നെ നമ്മൾ ഈ മേളിലത്തെ ഇത് മരിയുടെ അതേ ഇവിടെ തന്നെ, ഇവിടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ടോ, ഈ കൈക്കുഴിയുടെ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതേ വണ്ണം ഇവിടെ, പിന്നെ ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഈ ഇടവണ്ണത്തിൻ്റെ ഇവിടെയും കൂടെ നമ്മൾ അടയാളപ്പെടുത്തും. എന്നിട്ട് അത് നമ്മൾ ഇതുണ്ടോ, താഴ്വശത്ത് കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ താഴോട്ട് അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ കൈവണ്ണം, ആൾക്ക് കൈനീളം വേണ്ടിയത് 24 ആണ്. 24 കൈനീളം വേണ്ടിയത്. അപ്പം നോക്കും കൈനീളം എത്ര, 24. അപ്പം ഇതത്ര കറക്റ്റ് എത്രയെന്ന് തന്നെ പുള്ളിക്കാരിക്ക് നീളമൊന്നും കുറയ്ക്കണ്ട. ഈ താഴെ ഭാഗത്ത് ഒരു 5 വേണ്ടിയത്. 5 അല്ലെങ്കിൽ 4.5 എന്ന് നമ്മളിത് ഈ ഇതിവിടെ ഇതുണ്ട്, നമ്മൾ ഈ കൈക്കുഴി വെട്ടിയില്ലേ, കൈക്കുഴി വെച്ചില്ലേ, കൈക്കുഴിയുടെ അവിടുന്ന് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഒരു ഇതിൽ വെക്കണം. ഉണ്ട്, നീളമുള്ള സ്കെയിലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വരയിടും, പിന്നെ ഇങ്ങനെ ഒരു വരയിടും. ഉണ്ടോ, ഇതിനെ അങ്ങ് യോജിപ്പിക്കും. ഓക്കെ. ഇനി നമുക്ക് ഷേപ്പ്. ഞാൻ ആദ്യമായിട്ട് തയ്യൽ പഠിച്ചത് തന്നെത്താനെ ഞാനൊരു ഡ്രസ്സ് എടുത്ത് വെച്ച് അത് വേറൊരു തുണിയുടെ മേളിൽ വെച്ച് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്തു. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നത്. പിന്നെ ഞാൻ നാട്ടിലിങ്ങനെ നിന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സിസ്റ്റേഴ്സ് തയ്യൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ തയ്യൽ പഠിച്ചു. 1 മാസം കൊണ്ട് എനിക്ക് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ പഠിച്ചു. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എങ്കിലും ഞാൻ ചെയ്യാൻ പഠിച്ചു. പിന്നെ അങ്ങ് മടിയാണ്. പിന്നെ അങ്ങ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി.
ഒരു മെഷീനൊക്കെ വാങ്ങിച്ചു. ആദ്യത്തെ ഇതിനെല്ലാം ചെയ്യും. പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതങ്ങ് മടുപ്പായി. ആദ്യം ഞാൻ കുവൈറ്റിൽ വന്നതിന് ശേഷം ഞാൻ വാങ്ങിയ മെഷീനാണിത്. ഇത് കുറച്ച് നല്ല ഈസിയാണ് നമുക്ക്. നമ്മുടെ നാട്ടിലെ മറ്റേ വലിയ മെഷീനില്ലേ അതുപോലെയല്ല. ഇത് നമുക്ക് കുറെ ഈസിയാണ്. നാട്ടിൽ വെച്ച് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ നൂല് ഊരിപ്പോകുന്ന സൂചിന്ന്. അത് എനിക്ക് ഭയങ്കര ടഫാണ്. പക്ഷെ ഇവിടെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതിൽ നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഭയങ്കര പ്രോ ആയിട്ടുള്ളതാണ് ഈ മെഷീന്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതിൽ തയ്ക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പുതിയ ഡ്രസ്സുകളൊന്നും അങ്ങനെ തയ്ച്ചിട്ടില്ല. ഒരെണ്ണം എന്തോ തയ്ച്ചു. ആഹ് പിന്നെ അല്ലാതെ എല്ലാം ഓൾട്ടറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഏതൊക്കെ ഫാഷനിൽ തയ്ക്കാനായിട്ട്. ആദ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്കുകൾ വരും. ഗ്രാജുവലി നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ണിറയെ കാണി കാണി നീ എൻ്റെ കണ്ണാടി